വിവാഹിതരായ രംഗേഷും പവിത്രയും അവരുടെ മകനും അടങ്ങുന്ന കൊച്ചുകുടുംബം. രംഗേഷ് IT-യിലാണ് ജോലി ചെയ്യുന്നത്. പ്രസവശേഷം തൻ്റെ ഭാര്യയുടെ അമിതവണ്ണം രംഗേഷിന് ഉൾക്കൊള്ളാതെ വരുന്നു. അർജുനും ദിവ്യയും അതാത് വ്യവസായങ്ങളിൽ ജോലി ചെയ്യുന്ന അസന്തുഷ്ടരായ ദമ്പതികളാണ്. അർജുൻ തൻ്റെ പുരുഷ മേധാവിത്വം ദിവ്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. മിത്രയും മനോഹറും വളരെ ഹാപ്പിയായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ദമ്പതികളാണ്. മിത്ര ഒരു മാര്യേജ് കൗൺസിലറാണ്. ചിത്രത്തിൽ മനോഹറായി വിക്രം പ്രഭു, മിത്രയായി ശ്രദ്ധ ശ്രീനാഥ്, രംഗേഷായി വിദാർത്ത്, പവിത്രയായി അപർണതി, അർജുനായി ശ്രീ, ദിവ്യയായി സാനിയ അയ്യപ്പൻ എന്നിവരാണ് എത്തുന്നത്. യുവരാജ് ദയാലൻ രചനയും സംവിധാനവും നിർവഹിച്ച് 2023 പുറത്തിറങ്ങിയ തമിഴ് റൊമാൻറ്റിക് ഇമോഷണൽ ഡ്രാമയാണ് ഇരകപ്പട്ടർ. 3 വ്യത്യസ്ത ഫാമിലിയുടെ കഥ പറയുന്ന സിനിമ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ നമ്മളെ മനസ്സിലാക്കി തരുന്നു. കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിഞ്ഞവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഇരകപ്പട്ടർ. സിനിമയിലെ പെർഫോമൻസുകളിലേക്ക് വന്നാൽ വിക്രം പ്രഭു, വിദാർത്ത്, ശ്രീ എന്നിവരുടെ പെർഫോമൻസ് ഗംഭീരമായി തോന്നിയെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങളായി എത്തുന്ന ശ്രദ്ധ, സാനിയ, അപർണതി എന്നിവരുടെ പെർഫോമൻസ് അതിഗംഭീരമായാണ് തോന്നിയത്. 3 സ്ത്രീ കഥാപാത്രങ്ങളുടെയും ഇമോഷൻസിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പെർഫോമൻസുകൾക്ക് പുറമെ പശ്ചാത്തല സംഗീതവും സിനിമയുടെ കളർ ഗ്രേഡിങ്ങും മികച്ചു നിൽക്കുന്നതായി അനുഭവപ്പെട്ടു. ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളോ നമുക്കുണ്ടാകുന്ന കുറവുകളോ നമ്മുടെ പങ്കാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സ്വയം തെറ്റുതിരുത്താനോ നമ്മുടെ പങ്കാളിയോട് ഒരു സോറി പറയാനോ ഒക്കെ മടിക്കുന്നതിലൂടെ പല ചെറിയ വഴക്കുകളും വലുതായി ഡിവോഴ്സ് വരെ എത്തുന്ന സാഹചര്യങ്ങളൊക്കെ നാം ജീവിതത്തിൽ ധാരാളമായി കാണുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് നമ്മൾ പ്രണയിക്കുന്നതും വിവാഹശേഷം ആ പ്രണയം നഷ്ടപ്പെടുന്നതുമൊക്കെ റിലേഷൻഷിപ്പിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. വെറുമൊരു സിനിമയിലുപരി ജീവിതവുമായി ഒരുപാട് അടുത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചതോ സംഭവിക്കാൻ പോകുന്നതോ ആയ കാര്യങ്ങളാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നിലെ പ്രേക്ഷകനെ ഈ സിനിമ ഒരുപാട് ചിന്തിപ്പിച്ചു. സമയം കിട്ടുമ്പോൾ ഒരു തവണ കാണാവുന്ന സിനിമ എന്നതിലുപരി തീർച്ചയായും സമയം കണ്ടെത്തി കണ്ടിരിക്കേണ്ട സിനിമയാണ് ഇരകപ്പട്ടർ. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.